സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധൂഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം ഗീതാ വിഷയ സംഗ്രഹത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധവും, ഞാൻ ആരാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഞാനിവിടെ ജനിച്ചത്, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചർച്ച ചെയ്തുകൊണ്ടെന്നാൽ ഭഗവാനും അർജുനനും തമ്മിലുള്ള ചർച്ചകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ ചർച്ചകളിൽ അവസാനം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച് പറഞ്ഞത്, ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ശാസ്ത്രം ശരിയായ രീതിയിൽ അപഗ്രഥിച്ച് ഫലാസക്തി ഇല്ലാതെ എങ്ങനെ കർമ്മം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു തരാമെന്നുള്ളതാണ്. അപ്പം ഏതൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു സബ്ജക്റ്റിനെ പറ്റി, ഒരു വിഷയത്തെ പറ്റി, അല്ലെങ്കിൽ നാം ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ പറ്റി ആദ്യം സമഗ്രമായി അപഗ്രഥനം ചെയ്യണം. ഇതാണ് കൃഷ്ണന്റെ ഫിലോസഫി. വെറുതെ ചാടിക്കയറുന്നത്. അതുപോലെ തന്നെ അപഗ്രഥിച്ചു കഴിഞ്ഞാൽ തികച്ചും ആത്മവിശ്വാസത്തോടു കൂടി അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കരുത്. ഏതൊരു കാര്യത്തിനും 2 അഭിപ്രായങ്ങൾ കാണും. ഏതൊരു കാര്യത്തിനും നെഗറ്റിവിറ്റി കാണും. പക്ഷേ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിയെ ലീഡറായിട്ട് തിരഞ്ഞെടുത്ത് മിണ്ടുന്നവരുടെ പേര് നീ എഴുതി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചർ വന്നിട്ട് അവനെ അടിക്കുമെന്ന് കൃത്യമായി. പക്ഷെ ഉറ്റ സുഹൃത്താണെങ്കിൽ, ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും അവന്റെ ഡ്യൂട്ടിയാണ് അവൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, സൈലൻസ് ബ്രേക്ക്, ഡിസിപ്ലിൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതി വെക്കുക എന്ന്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഹീസ് എ ചീറ്റർ. അവൻ അവന്റെ അധ്യാപകനെ, ടീച്ചറിനെ ചീറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പം ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ നിന്റെ കർമ്മം കളഞ്ഞിട്ട്, അതായത് നീ ചീറ്റ് ചെയ്യുന്നു, നീ ജനത്തെ ചീറ്റ് ചെയ്യുന്നു, നീ സമൂഹത്തെ ചീറ്റ് ചെയ്യുന്നു, അൾട്ടിമേറ്റ്ലി നീ എന്നെ ചീറ്റ് ചെയ്യുന്നു. അത് ചെയ്യാൻ പാടില്ല എന്നത്. അങ്ങനെ നമ്മൾ വായിച്ച് പഠിച്ച അവസാനം ഹോംവർക്കും കൂടെ തന്നത്, നേഹ അവിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപമൽപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. നഷ്ടമോ ലോപമോ ഈ ഉദ്യമത്തിലില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു. ഏത് വഴിക്ക്? കൃഷ്ണാവബോധത്തിലേക്കുള്ള വഴി, ഭഗവാനെ മനസ്സിലാക്കുന്നതിലേക്കുള്ളൊരു പാത. ഇതിനകത്ത് നഷ്ടം എന്ന് പറയാൻ നിനക്ക് ഒരിക്കലും പറ്റത്തില്ല. നിനക്കൊരു പക്ഷേ ലാഭം കിട്ടത്തില്ലായിരിക്കാം, പക്ഷെ നിനക്ക് നഷ്ടം ഉണ്ടാകില്ല ജീവിതത്തിൽ. അതാണ് നമുക്ക് വേണ്ടത്. കഴിഞ്ഞ ആഴ്ച സുശീംപ്രഭു ഞാൻ സംസാരിച്ചിരുന്നു. എന്ത് പറഞ്ഞു? ഭഗവാനൊന്നുമില്ല, കൃഷ്ണനൊന്നുമില്ല,
പിന്നെ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ എന്ന് ഒരാൾ ചോദിക്കുകയാണ്. ഇല്ലെങ്കിലില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു ഹരേ കൃഷ്ണ മഹാമന്ത്രം ചാൻറ്റ് ചെയ്യുക, ഭക്തിയുത സേവനത്തിലേക്ക് പോവുക. അപ്പൊ ഞാനത് ചെയ്യുന്നു. എനിക്ക് ഇതിനകത്ത് വലിയ നഷ്ടങ്ങളൊന്നും എനിക്ക് വരാനില്ല. പക്ഷെ ഇതെല്ലാം ചെയ്ത് ലാസ്റ്റില് അറ്റ് ദ എൻഡ് ഓഫ് ഡെത്ത് ഭഗവാനെ ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ജീവിതത്തിൽ നഷ്ടമൊന്നും വന്നിട്ട് ഇത് ചൊല്ലിയിട്ട്. പക്ഷെ നിന്റെ കാര്യം എന്തായിരിക്കും? നിന്റെ സ്തുതി എന്തായിരിക്കും? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണത്. ശരിയല്ലേ? നീ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി തോന്നിവാസം പോലെ നിന്റെ സ്തുതി എന്തായിരിക്കും? ഇതാണ് ഭഗവത്ഗീതയെ അപഗ്രഥിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു. അടുത്ത 42-ാമത്തെ ശ്ലോകം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്, അല്ല 42 41-ാമത്തെ ശ്ലോകം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നു. നമുക്ക് നോക്കാം. വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹ കുരുനന്ദന ബഹുശാഖ ഹി അനന്താച്ച ബുദ്ധയോ അവ്യവസായിന. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീതയുടെ ഗീതാവിഷയ സംഗ്രഹം, ദ നെക്ടർ ഓഫ് ഗീത, 41-ാമത്തെ ശ്ലോകത്തിലേക്ക് സ്വാഗതം. സുമാജി ഹരേ കൃഷ്ണ, മീരാജി ഹരേ കൃഷ്ണ, ശ്യാമസ്മിത ദേവിദാസി ഹരേ കൃഷ്ണ, വിപിൻജി ഹരേ കൃഷ്ണ, സുധികാസ്യം ഹരേ കൃഷ്ണ. വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് കാണാം. ആശമാതാജി ഹരേ കൃഷ്ണ, നീനാ ശബരിജി ഹരേ കൃഷ്ണ, ശ്യാമസുധികദാസ് പ്രഭു ഹരേ കൃഷ്ണ. വ്യവസായാത്മിക ബുദ്ധിർ व्यवसायात्मिका बुद्धिर् ഏകേഹ കുരുനന്ദന एकेह कुरु नन्दन ബഹുശാഖാ ഹി അനന്താച്ച बहुशाखा हि अनन्ताश्च ബുദ്ധയോ അവ്യവസായിനാം. बुद्धयो अव्यवसायिना വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹ കുരു നന്ദന ഏകേഹാ കുരു नन्दन ബഹുശാഖാ ഹി അനന്താച്ച बहुशाखा हि अनन्ताश्च ബുദ്ധയോ അവ്യവസായിനാം. बुद्धयो अव्यवसायिनां വ്യവസായാത്മിക ബുദ്ധിർ आयात्मिका बुद्धिर् ഏകേഹ കുരു നന്ദന एकेह कुरु नन्दन ബഹുശാഖാ ഹി അനന്താച്ച बहुशाखा हि अनन्ताश्च ബുദ്ധയോ അവ്യവസായിനാം. बुद्धयो अव्यवसायिनां ശബ്ദാർത്ഥം ശ്രീല പ്രഭുപാദ കീജി. കുരുനന്ദന, ഹേ കുരുനന്ദന, ഇഹ ഈ ലോകത്തിൽ വ്യവസായാത്മിക കൃഷ്ണ അവബോധത്തിൽ ഉറച്ച ബുദ്ധി ഏകാഹി ഒന്ന് തന്നെയാകുന്നു. എന്നാൽ അവ്യവസായിനാം കൃഷ്ണ അവബോധം ബുദ്ധയ ബുദ്ധികൾ ബഹുശാഖ വളരെ ശാഖകളോട് കൂടിയവനും അനന്താച്ച ആനന്ദങ്ങളുമാണ്. ഞാൻ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കാം. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദ കീജി. ഈ വഴിക്ക് പോകുന്നവർ പ്രഭു എനിക്ക് ഇടാൻ പറ്റില്ല ബിക്കോസ് ഞാൻ മൊബൈലിൽ ഓക്കെ. ഹരേ കൃഷ്ണ. നോക്കട്ടെ, സിനിമാതയ്ക്ക് ഇടാൻ പറ്റുമോ നോക്കട്ടെ എന്തായാലും. ഓക്കെ. ഈ വഴിക്ക് പോകുന്നവർ ദൃഢനിശ്ചയമുള്ളവരാണ്. ഏത് വഴിക്ക് പോകുന്നവര്? കൃഷ്ണ അവബോധത്തോടെ, അല്ലെങ്കിൽ കൃഷ്ണൻ ആരാണെന്ന് അറിയാൻ പോകുന്നവര്, ആ കോൺഷ്യസിലേക്ക് പോകുന്നവർക്ക് ദൃഢനിശ്ചയമുള്ളവരാണ്. അപ്പൊ അവരുടെ ലക്ഷ്യവും ഒന്ന് മാത്രം. കുരുനന്ദന, അർജുന, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോട് കൂടിയാണ്. ഇത് പലത്തോട്ടും നമ്മുടെ മനസ്സിലിരിക്കും. കാര്യം നമുക്ക് ഭൗതികമായി വളരെയധികം ആസക്തി ഉണ്ട്. അപ്പൊ ആസക്തി കിട്ടാൻ വേണ്ടിയിട്ട് എവിടൊക്കെ പോകാമോ അവിടെ എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവസാനം ഒന്നിനും എന്നെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുത്, ഇവന്റെ തല ആകെ പെരുത്തിയിരിക്കുകയാണെന്ന് പറയുന്നൊരവസ്ഥയിലെത്തിയിരുന്നു. പലപ്പോഴും പല കാര്യങ്ങൾക്കും നിർണായകമായ കാര്യങ്ങളിൽ ഇതായിരിക്കും ഉത്തരം. ചെന്ന് ചോദിക്കും, ഇപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് പറയുന്നൊരു മൊമെന്റ് ഉണ്ട് പലപ്പോഴും.
ആരെങ്കിലും അങ്ങനെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? മൈൻഡ് ആകെ ഡിസ്റ്റർബായി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു ഘട്ടം ജീവിതത്തിൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആ മനസ്സിന് നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലാതെ വരുന്നു. ആ കോൺസെൻട്രേഷൻ ഇല്ലാതെ വരുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നത് കൊണ്ടാണ്. അപ്പൊ അതെന്തുകൊണ്ടാണെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. വ്യവസായാത്മിക ബുദ്ധിർ വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹ കുരു നന്ദന കുരു നന്ദന ബഹുശാഖാഹി അനന്താച്ച ശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. ബുദ്ധയോ അവ്യവസായിനാം. ഹരേ കൃഷ്ണ. സ്മിത മാതാജി ചൊല്ലിക്കോ. हरे कृष्ण प्रभु. व्यवसायात्मिका बुद्धिर एकेह कुरु नंदना बहुशाखा हि अनंताश्च बुद्धयो अव्यवसायिनाम्. ഹരേ കൃഷ്ണ. സിമി മാതാജി. हरे कृष्ण प्रभु. व्यवसायात्मिका बुद्धिर एकेह कुरु नंदन बहुशाखा हि अनंताश्च बुद्धयो अव्यवसायिनाम्. ഹരേ കൃഷ്ണ. മീരാജി. ഹരേ കൃഷ്ണ. വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധയോ അവ്യവസായിനാം. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് മീരാജി വായിച്ചോ. ചൊല്ലി. മീരാജി ചൊല്ലില്ലേ? സുമാജി. ഹരേ കൃഷ്ണ. വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹ കുരു നന്ദന ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. ഹരേ കൃഷ്ണ. ആശമാതാജി. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु. व्यवसायात्मिक बुद्धिर तमेह कुरु नंदना बहुशाखाह्यनन्दाश्च ബുദ്ധയോ അവ്യവസായിനാം. ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ, ചൊല്ലാൻ പറ്റുന്നവർക്ക് ചൊല്ലാം. ബിബിൻജി ചൊല്ലാൻ പറ്റുമോ? നീനു ജി ചൊല്ലാൻ പറ്റുമോ? അവിടെ സൗകര്യമുണ്ടോ എങ്കിൽ ചൊല്ലാം. വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹ കുരുനന്ദന ബഹുശാഖാ ഹി അനന്താച്ച ബുദ്ധയോ അവ്യവസായിന. Those who are on this path are resolute in purpose and their aim is one. O beloved child of the Kurus, the intelligence of those who are irresolute is many branched. ഈ വഴിക്ക് പോകുന്നവർ ദൃഢനിശ്ചയമുള്ളവരാണ്, നിശ്ചയദാർഢ്യമുള്ളവരാണ്. ലക്ഷ്യവും ഒന്ന് മാത്രം, കുരുനന്ദന. ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോടും കൂടിയതാണ്. നമുക്ക് ഒരുമിച്ച് ചെല്ലാം. 1 2 3 4 സ്റ്റാർട്ട്. വ്യവസായാത്മിക ഏകേക കുരുനന്ദന ബഹുശാഖാഹി അനന്താശ്ച അവ്യവസായിനാം. ഇതിനകത്ത് ഒരു വേർഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ റിവേഴ്സ് വേർഡിൽ, ഓപ്പോസിറ്റ് വേർഡിലാണ് അവസാനിക്കുന്നത്. വ്യവസായാത്മിക, അവ്യവസായാത്മിക. വ്യവസായാത്മിക മീൻസ് ഇന്റലിജൻസ്. ലാസ്റ്റില് അവസാനിക്കുന്നത് അൺഇന്റലിജൻസ്. അപ്പം നിശ്ചയദാർഢ്യമുള്ളവർ എന്തു തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് പോകും. അതല്ല, ഇടയ്ക്ക് സ്ഥിരബുദ്ധി ഇല്ലാത്തവര് മറ്റ് പല വഴിക്കോട്ടും പോകും. അതിന്റെ ഡീറ്റെയിൽസ് ഭഗവാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ്. ഭാവാർത്ഥം ബൈ ഹിസ് ഗ്രേസ് ശ്രീല പ്രഭുപാദ കി ജയ്.
ഇതിൻ്റെ പർപ്പട്ട് സിമിമാതാജി വായിക്കാം കുറച്ച്. ഭാവാർത്ഥമായി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. കൃഷ്ണാവബോധത്തിലൂടെ ജീവിത പരിപൂർണതയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന ഒരാളുടെ ദൃഢമായ വിശ്വാസത്തെ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നു. ചൈതന്യ ചരിതാമൃതം മദ്യം 22:62 പറയുന്നു, ശ്രദ്ധാ ശബ്ദി വിശ്വാസകഹേ സുദൃഢ നിശ്ചയ കൃഷ്ണഭക്തി കൈലെ സർവകർമ്മ കൃതഹയ. ശ്രേഷ്ഠമായ ഒന്നിൽ ഉറച്ച മനസ്സുണ്ടാവുക എന്നാണ് വിശ്വാസ പദത്തിന്റെ നിർവചനം. കൃഷ്ണാവബോധപരങ്ങളായ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കെ ലൗകിക നിയമാനുസൃതമായി കുലപരമ്പരയോടോ മനുഷ്യ സമുദായത്തോടോ രാഷ്ട്രത്തോടോ ഉള്ള കടമകൾ ഒരാൾക്ക് നിറവേറ്റേണ്ടതില്ല. പൂർവ്വജന്മങ്ങളിൽ ചെയ്ത നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങളെ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നു. കൃഷ്ണാവബോധം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് സ്വകർമ്മങ്ങളുടെ ശുഭഫലങ്ങൾക്കായി ശ്രമിക്കേണ്ടതില്ല. കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തികളും നിരപേക്ഷ തലത്തിലാണ്. അവയ്ക്ക് നന്മ തിന്മകളെന്ന ഇരുഭാവങ്ങളില്ല. ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതികാവബോധത്തെ ത്യജിക്കുക എന്നതാണ് കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണത. കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കുന്നതോടുകൂടി ഈ അവസ്ഥ തനിയെ കൈവന്നുകൊള്ളും. കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയത്തോടെയുള്ള ലക്ഷ്യബോധം ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിൻ്റെതെല്ലാം മൂലകാരണം ശ്രീകൃഷ്ണൻ അഥവാ വാസുദേവനാണ് എന്ന സത്യം കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിക്ക് നന്നായി അറിയാം. അങ്ങനെയുള്ള ഒരു മഹാത്മാവ് അപൂർവമായി മാത്രമേ കാണപ്പെടാറുള്ളൂ. വൃക്ഷച്ചുവട്ടിൽ ഒഴിക്കുന്ന ജലം തനിയെ ശാഖകളിലേക്കും ഇലകളിലേക്കും വ്യാപിക്കുന്നത് പോലെ കൃഷ്ണാവബോധ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, മനുഷ്യ സമൂഹം എന്നുവേണ്ട ഏവർക്കും ഉത്തമമായ സേവനം അർപ്പിക്കുവാൻ സാധിക്കും. ഒരാളുടെ പ്രവർത്തനം കൊണ്ട് കൃഷ്ണൻ സംതൃപ്തനാണെങ്കിൽ എല്ലാവരും സന്തുഷ്ടരായിക്കൊള്ളും. കൃഷ്ണന്റെ ഉത്തമ പ്രതിനിധിയായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ വിദഗ്ധമായ ശിക്ഷണത്തിലൂടെ മാത്രമേ ശിഷ്യന് കൃഷ്ണാവബോധ സേവനം ഭംഗിയായി അനുഷ്ഠിക്കാൻ കഴിയൂ. ശിഷ്യന്റെ സ്വഭാവ രീതികൾ ശരിക്കും മനസ്സിലാക്കിയ അത്തരത്തിലുള്ള ഒരു ആചാര്യൻ ശിഷ്യന് കൃഷ്ണാവബോധ തലത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. കൃഷ്ണാവബോധത്തിൽ നൈപുണ്യം സിദ്ധിക്കണമെങ്കിൽ ഒരാൾ നിശ്ചയദാർഢ്യത്തോടെ കൃഷ്ണപ്രതിനിധിയായ ഗുരുവിനെ അനുസരിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ജീവിത ദൗത്യമായി ശിരസാവഹിക്കുകയും ചെയ്യണം. ആത്മീയ ഗുരുവിനെ കുറിച്ചുള്ള തന്റെ പ്രശസ്ത ഗീതങ്ങളിൽ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഇങ്ങനെ ഉപദേശിക്കുന്നു: യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാത് നഗതികുതോപി ധ്യായം സ്തുവം തസ്യ യശസ്ത്രി സന്ധ്യം വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ഗുരുവിന്റെ പ്രസാദത്താൽ ഭഗവാൻ പ്രസാദിക്കുന്നു. ഗുരുപ്രസാദമില്ലാത്ത പക്ഷം കൃഷ്ണാവബോധ തലത്തിലേക്ക് പ്രവേശിക്കുവാൻ യാതൊരു മാർഗവും ഇല്ല തന്നെ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കരുണയ്ക്കായിക്കൊണ്ട് 3 നേരവും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പാതാരവിന്ദങ്ങളിൽ പ്രണമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രക്രിയ മുഴുവൻ ശരീരഭാവനയ്ക്ക് അതീതമായ ആത്മാവിനെ കുറിച്ചുള്ള പൂർണ്ണ ബോധത്തെ ആശ്രയിച്ചിരിക്കുന്നു. സൈദ്ധാന്തികമായല്ല, പ്രായോഗികമായി തന്നെ. അപ്പോൾ കാമ്യകർമ്മങ്ങളിലൂടെ ഇന്ദ്രിയ സംതൃപ്തിക്കുള്ള പ്രശ്നമേ ഉദ്ഭവിക്കുന്നില്ല. തികച്ചും മനസ്സുറപ്പില്ലാത്ത ഒരാൾ പലവിധ കാമ്യകർമ്മങ്ങളാൽ വഴിതെറ്റിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണമായി, താങ്ക് യു. നമ്മള് വളരെ വിശാലമായ അർത്ഥങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന്, നമ്മൾ ജീവിതത്തിൽ കർമ്മബന്ധങ്ങളിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ്. നല്ലതിൻ്റെയും ചീത്തയുടെയും എല്ലാം ഫലങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ബന്ധങ്ങൾ, അനാവശ്യമായും ആവശ്യമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ്. ആ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നിടത്തോളം കാലം നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരും. ഏതൊന്നിലാണോ മനസ്സിനെ ഊന്നേണ്ടത്, ശ്രദ്ധ ചെലുത്തേണ്ടത്, അതും നടക്കാതെ വരും. ഭഗവത്ഗീത യഥാരൂപം 1999 ഞാൻ വായിച്ചു തുടങ്ങുന്നത്. ഞാനൊരു 7ാം ക്ലാസ് പഠിക്കുമ്പം
ഭഗവത്ഗീത വായിക്കുമ്പോൾ ലക്ഷ്മി പ്രസിന്റെ ചെറിയൊരു ഭഗവത്ഗീതയാണ് ഇരിക്കുന്നത്. എറണാകുളത്ത് നിന്നുള്ള ലക്ഷ്മി പ്രസ് ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടികളുടെ ഗീതാ ക്ലാസ്സിൽ പോയി അമ്പലത്തിലെ ഞായറാഴ്ച സമയം പോയി പഠിക്കുമ്പോൾ അപ്പം അതിനകത്ത് ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ആ 2 വരി എന്നും പ്രാർത്ഥിക്കുന്നതിൽ ഉൾപ്പെടുത്തുമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നിവിടെ എത്തി ഈ ഭഗവത്ഗീത യഥാരൂപം വായിക്കാൻ സാധിച്ചതും ഒരു ഗുരുവിനെ കണ്ടെത്താൻ പറ്റിയത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. ഏതൊരു മൂലസ്ഥാനത്തു നിന്നും ചിരന്തരമായ പ്രവൃത്തി പ്രസരിച്ചു ആ ആദി പുരുഷനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സറണ്ടറിങ് ആണ്. ഇവിടെ വേറൊന്നും അൺഫ്ലക്ച്വേറ്റഡ് അൺഫ്ലിഞ്ചിങ് ആ ഒരു തലത്തിലേക്ക് എത്തുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിന്റെ ഭൗതികാബോധത്തെ ത്യജിക്കുക എന്നാണ് കൃഷ്ണാബോധത്തിന്റെ പരിവ് കൊണ്ടത്. അതിനകത്ത് വീണ്ടും വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ എല്ലാം മൂലകാരണം ശ്രീകൃഷ്ണൻ അഥവാ വാസുദേവനാണ്. അതാണ് അന്ന് അവിടെ പറഞ്ഞത്. പക്ഷേ കുറച്ചും കൂടെ നല്ലതുപോലെ അവിടെ എക്സ്പ്ലനേഷൻ വരാത്തത് കൊണ്ടാണ് എനിക്കത് മനസ്സിലാവാഞ്ഞത്. ഏതൊരു മൂലസ്ഥാനത്തു നിന്നും ചിരന്തരമായ പ്രവൃത്തി പ്രസരിച്ചു. അപ്പൊ ഈ പ്രവൃത്തി എന്താണ്, മൂലസ്ഥാനം എന്താണ്, ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവിടെയാണ് യഥാരൂപത്തിന്റെ ആ ഒരു ഗുണമെന്ന്. അത് കുറച്ചുകൂടി ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. വീണ്ടും വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. വാസുദേവനാണ് സർവ്വതിന്റെയും കാരണം. കുറച്ചും കൂടെ ലളിതമായിട്ട് വീണ്ടും ബ്രഹ്മാവ് പറഞ്ഞു തരുന്നു. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് പറഞ്ഞു തരികയാണ്. അപ്പൊ കുറച്ചും കൂടെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ അന്ന് മനസ്സിൽ ഉണ്ടത് കൊണ്ട് ഭഗവാൻ ഒരു വഴി കാണിച്ചു തന്നു. അപ്പൊ അവിടെ വീണ്ടും അത് കൃഷ്ണന്റെ ഉത്തമ ഗുരുവായ ആ ഉത്തമ പ്രതിനിധിയായ ഗുരുവിൽ നിന്ന് വേണം. കച്ചവടത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ഗുരുവിൽ നിന്നാകരുത് എന്ന് കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് നമ്മളിത് സ്വീകരിക്കണം. ശരി, ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത അതർ സൈഡ്. എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇന്റലിജൻസിലോട്ട് വരാൻ പറ്റാത്തത്? കാര്യം ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സ്, സുശീം പ്രഭു കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയതും ആ മനസ്സാണ്. മനസ്സിനെ നമുക്ക് ഒരു തരത്തിലും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ അടുത്ത എക്സ്പ്ലനേഷൻ വരുന്നത്. മനസ്സൊരു ഇന്നസെന്റ് പാർട്ടാണ് മനസ്സ്. അപ്പം മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ബുദ്ധിയാണ്. അതായത് മനസ്സിന്റെ പ്രവർത്തനം അറ്റാച്ച്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. മനസ്സ് ഇന്നസെന്റ് ആണ്. മനസ്സിന്റെ പ്രവർത്തനം അറ്റാച്ച്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം അവൻ എന്തൊക്കെയാ അറ്റാച്ച്മെന്റ്? വ്യക്തികള്, ഭൗതികമായ ചില വസ്തുക്കളെ, ഒബ്ജക്റ്റ്, പിന്നെ നമ്മുടെ പ്രൗഢ അന്തസ്, ശാരീരിക സുഖം, മറ്റ് സാഹചര്യങ്ങൾ, ഇവയൊക്കെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ നമ്മൾ അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വ്യക്തിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളോടോ നിരന്തരമായി അവരെ പറ്റിയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ചിന്തിച്ചോണം, നമ്മൾ അറിയാതെ തന്നെ അവരുമായിട്ട് അറ്റാച്ച് ചെയ്തു പോയി എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സ്, അതായത് ഈ അന്ധക്കരണം, നമുക്ക് ശരീരത്തിനകത്ത് ഒരു സൂക്ഷ്മമായ ഒരു അന്ധക്കരണമുണ്ട്. ആ അന്ധക്കരണമാണ് ഹൃദയം. ഈ ഹൃദയത്തിലാണ് ഈ 3 സാധനങ്ങൾ, അതായത് 5 ഇന്ദ്രിയങ്ങളെ കൂടാതെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ 3 ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനസ്സ് ചിലപ്പോൾ എന്തെങ്കിലും കണ്ടിട്ട് മോഹങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ ആ ബുദ്ധിയാൽ നിർണയിക്കപ്പെടുന്ന വാത്സല്യവുമായി, ആ ഒരു സ്നേഹവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിതമാവും. അപ്പം ആ അറ്റാച്ച്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ
ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന്, എനിക്ക് വലിയ പണക്കാരനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ബുദ്ധി മനസ്സിനെ കൺട്രോൾ ചെയ്യും. എങ്ങനെ കൺട്രോൾ ചെയ്യും? എനിക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളതാണ്. പിന്നെ ഒരു പക്ഷേ ചിലപ്പം നമ്മൾ പ്രശസ്തി നേടണമെന്ന് വിചാരിക്കും. അപ്പൊ ആ പ്രശസ്തി നേടണമെന്നുണ്ടെങ്കിലും ഈ മനസ്സ് അതിനെ കൊണ്ട് തേടിക്കൊണ്ടേ ഈ പ്രശസ്തിയുടെ പുറവെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ചെറിയൊരു തമാശയുണ്ട്. നമ്മുടെ കോമഡി ഷോയിലുള്ളതാണ്. രണ്ടുപേര് തമ്മിൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നതാണ്. ഭാര്യ, ഒരു പക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഭാര്യ ചോദിക്കും, ഇത് ഞാൻ കേൾക്കുമ്പം പ്രാവർത്തികമായിട്ട് നടന്ന ഒരു കാര്യങ്ങളാണ്, ആ ഒരു കുടുംബത്തിൽ നടന്നതിനെ പറ്റിയാണ് ഞാൻ എപ്പോഴും എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നത്. അപ്പം ആ സ്ത്രീ ഇങ്ങനെ വരികയാണ്, ഭർത്താവിനോട് ചോദിക്കുക, ചേട്ടാ, എല്ലാവരും ചോദിച്ചു തുടങ്ങി, എന്താണ് ഇത്രയും വർഷമായിട്ടും, ഇത്രേ പറഞ്ഞോളൂ, ഒരു അർത്ഥവിരാമം, ഇത്രയും മാസങ്ങളായിട്ടും എന്ന് പറയുമ്പം അപ്പം ഭർത്താവ് പറയും, അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ എന്ന് ഭർത്താവ് ചോദിക്കും. അപ്പം ഭാര്യ പറയും, അതല്ല പറഞ്ഞു വരുന്നത്, കല്യാണം കഴിച്ചിട്ട് ഇത്രയും മാസമായിട്ട് എന്താ ചേട്ടാ ജോലിക്ക് പോകാത്തതെന്നാണ് നാട്ടുകാർ പറഞ്ഞു തുടങ്ങുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൗതികമായ ഒരു അട്രാക്ഷൻ ഭാര്യയോടിട്ട്, എന്താ പറഞ്ഞ, ഒരു ബിയോണ്ട് എ ലിമിറ്റ്, അനാവശ്യമായ ഒരു ഭൗതികമായ ഒരു കാമാസക്തി തോന്നിയിട്ട് ജോലിക്ക് പോലും പോകാൻ തോന്നുന്നില്ല. അപ്പൊ ആ ബുദ്ധി വികലമായിക്കൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്നു. ഇത് ശരിക്കും ഒരു കുടുംബത്തിൽ നടന്നതാണ്. അവസാനം അമ്മായിയമ്മ വരുന്നവിടത്തൊക്കെ പറയും, സ്വന്തം വീട്ടിലാണ്, അതായത് മകൾ, അതായത് ഈ സ്ത്രീയുടെ വീട്ടിലാണ് ഈ ഭർത്താവും താമസിക്കുന്നത്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് അമ്മായിയമ്മ കുറ്റപ്പെടുത്തും, എപ്പോഴും മരുമകനെ കുറ്റപ്പെടുത്തും. അതായത് സ്വന്തം മോളുടെ കാര്യം തന്നെ, ഭാര്യയുടെ കാലിന്റെ കീഴിൽ കിടന്നുകൊണ്ട് ജോലിക്കും പോവാതിരിക്കുകയാണ്, ഞാൻ അന്വേഷിച്ചു കൊടുക്കണം എന്ന രീതിയിലാണ് ഈ അമ്മായിയമ്മ സംസാരിക്കുന്നത്. അപ്പം അനാവശ്യമായ ഒരു ബുദ്ധി, അതായത് ആ ബുദ്ധി എന്താണ്, അധികമായ കാമാസക്തി വന്നിട്ട് അല്ലെങ്കിൽ അധികമായ ഭൗതിക ആസക്തി വന്നിട്ട് സ്വന്തം കർത്തവ്യത്തെപ്പറ്റി മറന്നു പോവുകയാണ്. ഇതൊക്കെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മുടെ ബുദ്ധിക്കുണ്ട്. അതേസമയം നമ്മൾ വീട്ടില് വേറൊരു തലം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ഒരു പക്ഷേ നമ്മൾ TV കാണും, അല്ലെങ്കിൽ സിനിമ കാണാൻ പോകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിനോദത്തിന് പുറത്ത് ഔട്ടിങ്ങിന് പോകും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുകയാണ്. അതേസമയം അതേ നമ്മൾ ഓഫീസിലെത്തുമ്പം ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഔദ്യോഗികമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മനസ്സിനെ കൺവേർട്ട് ചെയ്യുന്നു. അവിടെ വിനോദമില്ല, അവിടെ കുടുംബം എന്നുള്ള ചിന്തയില്ല, അവിടെ കുട്ടികൾ എന്നുള്ള ചിന്തയില്ല. വളരെ കർത്തവ്യമായിട്ട് ഇന്ന് മീറ്റിംഗ് ആണ്, മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് നടക്കും, മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ചില പ്രസന്റേഷൻ ഉണ്ട്, ചില പ്രൊജക്ട് ചെയ്യാനുണ്ട്. അപ്പം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനെ പോലെ നമ്മൾ പ്രവർത്തിക്കും. അവിടെയും ഈ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഇന്റലിജന്റ്. അതായത് പച്ചവെള്ളത്തെ ഏതൊക്കെ പാത്രത്തിൽ ഒഴിക്കുന്നുവോ ആ പാത്രത്തിന്റെ ആകൃതിയായിട്ട് വെള്ളം നിൽക്കുന്നത് പോലെയാണ് ഈ മനസ്സ്. അപ്പൊ ഈ മനസ്സിനെ നമ്മൾ ബുദ്ധിപൂർവം കൺട്രോൾ ചെയ്യണം എന്നതാണ് പറഞ്ഞു വരുന്നത്. അപ്പം അവിടെ എന്താ പറ്റുന്നത്? ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ ഏക മനസ്സോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും, അതായത് ഒരു യോദ്ധാവ് അല്ലെങ്കിൽ ഒരു വില്ലാളി തൻ്റെ അമ്പ് ആ ലക്ഷ്യസ്ഥാനത്ത് എയ്യാൻ വേണ്ടിയിട്ട്, തൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, വേറൊന്നും അവിടെ ശ്രദ്ധയില്ല, അതേപോലെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദൃഢനിശ്ചയം ഉണ്ടാകണം. ഞാൻ പോകുന്ന ഈ പാതയിൽ ഒരുപക്ഷെ 100 പേര് വിഘ്നങ്ങൾ വരുത്താൻ കാണും, അല്ലെങ്കിൽ 100 പേര് 100 ക്വസ്റ്റ്യനുമായിട്ട് വരും, ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇതിനൊന്നും എനിക്ക് ചെവി കൊടുക്കാൻ സമയമില്ല. എൻ്റെ ഒബ്ജക്റ്റീവ് കൃഷ്ണ കോൺഷ്യസിനാണ്.
എൻ്റെ ദൃഢതമമായ വിശ്വാസം ഭഗവാനാണ് എന്ന് ചിന്തിച്ച് ആ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുമ്പം കഴിഞ്ഞ ആഴ്ച സുശീം പ്രഭു പറഞ്ഞതിൻ്റെ ബാക്കിയും സുമാജിയോട് മറ്റുള്ളവർ ചോദിച്ചതിൻ്റെ ബാക്കിയുമായ ഉത്തരം നമുക്ക് കിട്ടും. നമുക്ക് ഈ പാതയിലേക്ക് യാതൊരു നഷ്ടമോ ലാഭമോ ഇല്ല എന്ന് കണ്ടിട്ട് മുന്നോട്ട് പോവുകയും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ അതിനെ നമ്മൾ കാണുകയും അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അത് അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു ഫലപ്രാപ്തി നമ്മൾ എത്തി. അതേസമയം ഇതൊക്കെ ഉണ്ടോ എന്ന് സംശയിച്ചു പോയിട്ട് അവന്റെ സ്ഥിതി എന്തായിരിക്കും? അപ്പൊ നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടാനില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു റൗണ്ട് ചാൻഡിതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ചെയ്യാതിരിക്കുന്ന ആളുടെ ഗതി എന്തായിരിക്കും? അപ്പൊ അവരെന്താ ചെയ്യുന്നത്? പല രീതിയിൽ ചിലർ വന്ന് പറയും അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ഇങ്ങനത് കിട്ടും, അല്ല അവിടെ പോയി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് ഇതിന് വലിയ നല്ലൊരു ഉദാഹരണമുണ്ട്. ശങ്കരാചാര്യര് ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു വീട്ടിൽ വരുമ്പം ഭിക്ഷ യാചിക്കാനായിട്ട് വരുമ്പം അവിടുത്തെ ഗൃഹനാഥൻ ശങ്കരാചാര്യരാണെങ്കിൽ പറയണേ, ഇങ്ങനെ മുറ്റത്ത് ഒരുപാട് കുഴികൾ ഇങ്ങനെ കുഴിച്ചിരിക്കുന്നു. ഈ കുഴികള് അപ്പൊ ഇത്രയധികം കുഴികൾ എന്തിനാണെന്ന് ഈ ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ഗൃഹനാഥൻ പറയുകയാണ്, വെള്ളം കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുഴിച്ചതാണ്, ഒന്നിലും വെള്ളം കിട്ടുന്നില്ല. അപ്പൊ ശങ്കരാചാര്യ ചോദിക്കും, വിഡ്ഢി, നീ എടുത്ത ഈ പ്രയത്നം മുഴുവൻ ഒരു കുഴിക്ക് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ നീ ഇതിനോടൊക്കെ എത്രയോ വെള്ളം കണ്ടേനല്ലോ എന്ന് ചോദിക്കും. ഇതുപോലെയാണ് നമ്മുടെ കാര്യം. അവയവസായിന അൺഇന്റലിജന്റ് ആയിട്ട് പലയിടത്തോട്ടും നടന്നിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒന്നിനും ഒരു പോംവഴിയും കിട്ടാതെ, ഒരു സൊല്യൂഷനും കാണാതെ നമ്മളിവിടെ വന്നിരിക്കും. ഡോണ്ട് ഡിസ്റ്റർബ് മീ നൗ എന്നുള്ള ആ ഒരു മൊമെന്റിലേക്ക് എൻ്റെ തലയാകെ പെരുത്തിരിക്കുകയാണ്. എന്നെ ശല്യം ചെയ്യരുത്, ഒരു പക്ഷെ എൻ്റെ കൺട്രോൾ പോവും, എൻ്റെ നാക്കിന് എല്ലില്ലാതെ വരും, ഞാൻ പൊട്ടിത്തെറിക്കും എന്ന് പറയും. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാതെ ദൃഢതമമായ നിശ്ചയത്തോടെ ഭഗവാനാണ് എല്ലാം എന്നുള്ള ഒരു സ്ട്രോങ് ഫെയ്ത്ത്, അതുകൊണ്ട് ശ്രദ്ധാശബ്ദേ വിശ്വാസോ കഹേ സുദൃഢ നിശ്ചയ എന്റെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ശ്രദ്ധാശബ്ദേ, ഇത് ചൈതന്യ ചരിതാമൃതത്തിലുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചൈതന്യ ചരിതാമൃതത്തിലെ ശ്രദ്ധാശബ്ദേ വിശ്വാസ കഹേ സുദൃഢ നിശ്ചയ കൃഷ്ണേ ഭക്തി കൈലേ സർവ കർമ്മ കൃതേ ഹയ. ഫെയ്ത്ത് മീൻസ് അൺഫ്ലിഞ്ചിങ്, അൺഫ്ലക്ച്വേറ്റിംഗ് ട്രസ്റ്റ് ഇൻ സംതിങ് സബ്ലൈം. ദൃഢനിശ്ചയത്തോടെ ശ്രേഷ്ഠമായ ഒന്നിൽ മനസ്സുറപ്പിക്കുന്നതിനെ വിശ്വാസം എന്ന് പറയും. ഞാൻ ഇന്ന് റേഷൻ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ഞാൻ പണ്ട് കണ്ട ഒരാളെ കണ്ട്, ഒരു സാധുവായ ഒരു മനുഷ്യൻ, ഒരു പച്ച പാവപ്പെട്ടവൻ, ഒരു കൃഷിക്കാരൻ. അദ്ദേഹത്തിന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, സ്കൂളിലാതെ ഹൈസ്കൂളിലാണ്, സൈക്കിളിന്റെ കാരിയറിലെ ആ ഒരു ഇതുണ്ട്, സ്പ്രിങ് ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? പഴയ സൈക്കിളൊക്കെ, ഹെർക്കുലീസിന്റെ ഒക്കെ സൈക്കിൾ. അത് അദ്ദേഹം എടുത്ത സമയത്ത് ഇതിന്റെ സ്പ്രിങ് തെറിച്ചിട്ട് കണ്ണിൽ വന്നടിച്ചിട്ട് കണ്ണ് നഷ്ടപ്പെട്ടു പോയി. കണ്ണ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. മറ്റൊരു വിശ്വാസിയാണ്. അപ്പം ആ കുടുംബം വളരെ വളരെ പാവപ്പെട്ട കുടുംബം, ഒരുപാട് വിഷമിച്ച്, ഇപ്പം ആൾക്കാരെല്ലാം കൂടെ ഒത്തുകൂടി, അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും ഒത്തുകൂടി ഭയങ്കരമായിട്ട് പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ. അന്ന് ഇതിനകത്ത് വിദഗ്ധമായ ചികിത്സാ സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ സാമ്പത്തികം അത് അനുവദിക്കുന്നില്ല. ഒരു ആടിന്റെ കണ്ണാണെന്ന് വെച്ചത്, ഡമ്മിയായിട്ട് ആ കണ്ണ് വെറുതെ ഇരിക്കാൻ വേണ്ടി ഒരു ആടിന്റെ കണ്ണാണ് വെച്ചു കൊടുത്തത്. ഡെഡാണ്. അവരൊരുപാട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവര് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ഞാൻ ഈ പ്രാർത്ഥന കൊണ്ട് എൻ്റെ മകന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന്. ഒരിക്കലും ഒരാൾ പോലും പ്രാർത്ഥിക്കാൻ വന്നവരിൽ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം ഇന്നും അവിടെ നിലനിൽക്കുന്നു. അവരിന്നും അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങുന്നു. അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവർ വിശ്വാസപൂർവ്വം പോകും. അതേസമയം
ഈ ആൾക്ക് ഇന്നും ആ ആടിന്റെ കണ്ണുമായിട്ടാണ് നടക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കണ്ണ് തിരിച്ചു കിട്ടിയിട്ടില്ല, പിന്നെ എന്തിനാണ് 100-300 പേര് എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കണ്ണ് തിരിച്ചു കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ മകന് കണ്ണ് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നവർ ചോദിച്ചിട്ടില്ല. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസത്തിലൂടെ പോകുമ്പം മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. എന്റെ അധ്യക്ഷതയിലാണ് സകല ചരാചരങ്ങളും ചലിക്കുന്നതും ചലിക്കാതിരിക്കുന്നതും. എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും നമുക്കുണ്ടാകും. അതിൻ്റെയൊക്കെ ഫലങ്ങളായിട്ടായിരിക്കാം ഇങ്ങനെ അനുഭവിക്കുന്നതും അനുഭവിക്കാതിരിക്കുന്നതും സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നതും. ഇതെല്ലാം നമ്മുടെ കർമ്മ നിയോഗം അനുസരിച്ചിട്ട് കൃഷ്ണ, ഇതിലൊന്നും എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ദൃഢമായ വിശ്വാസത്തോടെ അങ്ങാണ് എൻ്റെ കാരുണ്യവാൻ, അങ്ങാണ് എൻ്റെ ഏക ആശ്രയം എന്ന് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ജീവിതത്തിൽ അവർക്കൊരു സന്തോഷമുണ്ട്. ആ കുടുംബം ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. വലിയ ധനികനൊന്നുമല്ല, പക്ഷെ ആ കുടുംബം സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇതായിരിക്കണം നമ്മുടെ മനസ്സ്. ഇതിനെയാണ് ദൃഢതമമായ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേനമാമുപയം. അപ്പോൾ നമുക്ക് പ്രവർത്തിക്കാനുള്ള ശരിയായ ബുദ്ധിവിശേഷം നിനക്ക് തരികയും നിനക്ക് ജീവിതത്തിൽ ഉന്നമനാവാൻ പറ്റുകയും ചെയ്യും. ഭഗവാൻ തരുന്നൊരു ഗ്യാരണ്ടിയാണ്. തീർച്ചയായിട്ടും നിനക്ക് ജീവിതത്തിൽ പതനം ഉണ്ടാവുകയേയില്ല. തീർച്ചയായിട്ടും നീ ജീവിതത്തിൽ പ്രശോഭിക്കും. വെറുതെയല്ല, നീ അത്യുന്നതങ്ങളിൽ നിന്നുകൊണ്ട് പ്രശോഭിക്കുമെന്ന് ഭഗവാൻ കൃത്യമായ ഉറപ്പ് തരുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹത്തിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് തുടർ സുശ്യം പ്രഭു ഹരേ കൃഷ്ണ എന്ത് പറയും? സെക്കൻഡ് ചാപ്റ്ററില്ല ഈ നമ്മള് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കണക്ക് തന്നെ, അതായത് ഈ മൈൻഡിന് ഫോളോ മൈൻഡാണ് യൂറോപ്പിലേക്ക്. ഫോളോ മൈൻഡിൽ എന്ത് തോന്നുന്നു അത് ചെയ്തു പോകുന്ന ഒരാളുകളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യക്കാരല്ല, അത് ക്ലിയർ അല്ലേ? ഇന്ത്യക്കാർക്ക് ഒരുപാട് കൺട്രോൾ ഉണ്ടല്ലോ. മൈൻഡിനെ ഒന്നും വെച്ചിട്ടല്ല പോണം. ഇന്ത്യക്കാർ കുറെ സിസ്റ്റം അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ നമ്മള് കിട്ടുമ്പം അല്ല പൈസ വരുമ്പോഴത്തേക്ക് മരിച്ചു പോകും, അല്ലെങ്കിൽ മരിക്കാറാവും. നാഷണൽ സ്പിരിച്വാലിറ്റി ഗൾഫിലൊക്കെ ആണെങ്കിൽ ആളുകളെ പൈസ ഉണ്ട്, അപ്പൊ കൂടുതൽ ഗൾഫിലൊക്കെ കണ്ടില്ലേ കൂടുതൽ ആളുകൾ സ്പിരിച്വാലിറ്റിയിലോട്ട് വരുന്നത്. കേരളത്തിലാണെങ്കിൽ അങ്ങനെ വരില്ലല്ലോ. കാരണം അവർക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗൾഫിലാകുമ്പോൾ ഫൈനാൻഷ്യൽ പ്രോബ്ലം തീർന്നു, അപ്പൊ പിന്നെ എന്നിട്ട് സന്തോഷം കാണുന്നില്ല, ഫെസിലിറ്റീസ് കൂടുന്നുണ്ട്, അപ്പൊ സ്പിരിച്വാലിറ്റിയോട് തിരിയും ആളുകൾ പൊതുവെ. അപ്പൊ ഇപ്പം ഇവിടുത്തെ സാമ്പത്തിക നിലയൊക്കെ മെച്ചമാവുന്നെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇന്ത്യയിലൊക്കെ ഒരുപാട് പേര് സ്പിരിച്വൽ പ്രാക്ടീസിലോട്ടൊക്കെ വരും. യൂറോപ്പ് കണക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഞാനന്ന് പറഞ്ഞ ഈ മൈൻഡാണ് നമ്മളെ കൊണ്ട് അവിടെ എത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ലോട്ടാണ് അത് ഉപയോഗിക്കുന്നത്. കാരണം മൈൻഡിനെ ഫോളോ ചെയ്യുന്നവരാണ് യൂറോപ്പ്. അവര് കൂടുതൽ ആലോചിക്കാറൊന്നുമില്ല, എന്തെങ്കിലും തോന്നിയാൽ അപ്പോഴേ അങ്ങ് ചെയ്യുകയാണ്. ഒരു കുടുംബം, പിന്നെ അടുത്തൊരു കുടുംബം, എന്നിട്ട് അവർക്ക് ഡിപ്രഷൻസ് കൂടുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അവരൊരു പക്ഷേ ഇതിലൊക്കെ ഫെഡപ്പായി എല്ലാം കളഞ്ഞ് നമ്മൾ സ്വാമിമാരോട് കൂടുകയും അല്ലെങ്കിൽ ഹരേകൃഷ്ണകരാവുകയും ഒക്കെ ചെയ്തു. അവർ 100% ഹരേകൃഷ്ണനാണ്, നമ്മള് കണക്കല്ല. നമ്മള് ഹരേകൃഷ്ണനിലും കുറച്ച് പിന്നെ ഇതുണ്ട്, കുറച്ചൊരു കാപട്യമുണ്ട്. അവരങ്ങനെയല്ല, വന്നതാണ് അവരുടെ ക്വാളിറ്റി, അതാണ് അവരുടെ ക്വാളിറ്റി ആണ്. അവര് ഫെഡപ്പായിട്ട് വരുന്നതാണ്. അവർക്ക് സന്തോഷമില്ല, അവർക്ക് ഇത് റിയലൈസ് ചെയ്തു. ഇവിടെ പലപ്പോഴും ചിലപ്പം എല്ലാവരും റിയലൈസ് ചെയ്തിട്ടായിരിക്കില്ല വരുന്നത്. നമ്മളെ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് എന്നാ പിന്നെ എന്താ ഭഗവത്ഗീത പഠിക്കാം, അങ്ങനെ വരുന്നവരുണ്ടാവും. അവരങ്ങനെ വരുന്നതല്ലല്ലോ. അങ്ങനെയൊക്കെ ആയിരിക്കണം. തീർച്ചയായിട്ടും അത് ഞാൻ എപ്പോഴും എല്ലാ സെഷനിലും എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഭു പറഞ്ഞതിൻ്റെ വിട്ട് അവർ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും, നമ്മളെ പോലല്ല. കാര്യം അവർ ഒന്നിനെ ഒബ്ജക്റ്റ്, അതായത്
എപ്പോഴും വായിക്കേണ്ടത്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ബയോഗ്രഫി വായിക്കണം. ബയോഗ്രഫി ഓഫ് രാധാനാഥ് സ്വാമി, രാധാനാഥ് സ്വാമി ബയോഗ്രഫി ഓഫ്. ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടും, ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. അദ്ദേഹത്തിന്റെ ഭൗതികമായ പേര്, ഈ മന്ത്രദീക്ഷ എടുക്കുന്നതിന് മുമ്പായിട്ടുള്ള പേര് റിച്ചാർഡ് സ്ലാവിൻ എന്നാണ്. ഒരു ജൂതനായി. അദ്ദേഹത്തിന്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് എങ്ങനെ ഭാരതത്തിൽ വന്നുവെന്നും ഭാരതത്തിൽ വന്നതിന് ശേഷം എങ്ങനെ ഈ പീര് സ്വീകരിക്കാൻ ഇടയായത് എന്തെന്നൊക്കെ ഉള്ള ഒരുപാട് ഒരു ഹൃദയസ്പർശിയായ ഒരു ജീവചരിത്രമാണ്. ഇവരെല്ലാം ഞാൻ ആരാണ് എന്ന് തേടി വന്നവരാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞങ്ങളുടെയൊക്കെ ഗുരുവായ ജയപതാക സ്വാമി മഹാരാജാണെങ്കിലും അത് തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു ഹൃദയസ്പർശിയെ ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ എപ്പോഴും പറ്റിയത് ഈ രാധാനാഥ് സ്വാമി. സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കും. അപ്പം നമ്മുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പ്. ആ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കരുത്, മരണത്തിന് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് അല്ല. മരണം എന്നുള്ളത് ശാശ്വതമായ സത്യമാണ്. അപ്പൊ സമാധാനമായിട്ട് എങ്ങനെ മരണം വരെ ജീവിതത്തിൽ കൊണ്ടുപോകാം, അതുപോലെ സമാധാനമായിട്ട് എങ്ങനെ ആ മരണവും ഫേസ് ചെയ്യാം എന്നുള്ളതാണ്. അവിടെയാണ് ശരിക്കുമുള്ള ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. ആർട്ട് ഓഫ് ലിവിങ്, അതിനെയാണ് ശരിയായ ഭാഷയിൽ പറയുന്ന ആർട്ട് ഓഫ് ഡൈയിങ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രസന്റ് ലൈഫ് എങ്ങനെ ആയുരാരോഗ്യ സൗഖ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, ആയുരാരോഗ്യ സൗഖ്യമായിട്ട് എങ്ങനെ മറ്റൊരു തലത്തിലേക്ക് പോകാം, തിരിച്ച് ഇത്രയും ക്ലേശങ്ങളുള്ള ഈ ഭൂമിയിലേക്ക് എന്തിനു വരണം, വേണ്ട, ശാശ്വതമായ ധാമം ഏതാണ്, എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്നുള്ള ചിന്തയിൽ വരും. അല്ലെങ്കിൽ വീണ്ടും ശങ്കരാചാര്യര് പറഞ്ഞതിൻ്റെ തൊട്ട് പുനരഭിജനനം, പുനരഭിമരണം, ആ രീതിയിൽ പോയിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ വിഷമിച്ചു കൊണ്ടേയിരിക്കും. ചെറിയ സന്തോഷങ്ങൾ ചെറിയ സന്തോഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തുള്ളിച്ചാടും. അതിനുശേഷം ചെറിയൊരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അതെല്ലാം മറന്നിട്ട് ഭഗവാനെ കുറ്റപ്പെടുത്തുകയും ഇത്ര വേദന തരുന്ന ഭഗവാൻ എന്ന് പറയും. അവസാനം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തും. ഇത് നമ്മുടെ മനുഷ്യന്റെ ഒരു ഗതിയാണ്. ഹരേ കൃഷ്ണ. ഞാൻ വരികയാണ്. മീരാജി എന്താ പറയുന്നത്? ഹരേ കൃഷ്ണ. പ്രഭു പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറയുന്നതൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ടോ? അതുണ്ട്. അതാണ് നമുക്ക് അറിയേണ്ടത്. ഈ പറയുന്നതെല്ലാം കാര്യങ്ങളുള്ളതാണ്. അപ്പൊ നമ്മൾ പോകുന്ന വഴി കൃത്യമാണ് എന്നൊരു ചിന്തയുണ്ടോ, എന്നൊരു തോന്നലുണ്ടോ, നമ്മൾ പഠിക്കുന്നത് അതാണ് ഏറ്റവും വലുത്. എന്തായാലും നമുക്ക് നഷ്ടം വരത്തില്ല. ഇപ്പൊ ആകെ എന്ത് നഷ്ടം വരും? നമ്മുടെ മെറ്റീരിയൽ നഷ്ടം വരുവാണെങ്കിൽ എന്താ പറയുന്നത്, പിന്നെ ബുദ്ധിമാൻ സെന്ററിനകത്ത് വരെ ഒന്ന് പോകാൻ പറ്റിയില്ല, ഇത്രയേ ഉള്ളൂ. അതൊരു നഷ്ടമേ വരത്തുള്ളൂ. അത് നാളെ അവിടെ ഉണ്ട്. പക്ഷേ ഭഗവാനെ കേൾക്കാൻ നമുക്ക് പറ്റിയല്ലോ, അത് വലിയൊരു ലാഭമായിട്ടാണ് നമുക്ക്. അതാണ് വ്യത്യാസം. ചരിത്രങ്ങൾ, ഭൗതികമായ ചരിത്രങ്ങൾ ഒരുപക്ഷെ ഒരിക്കലും അവശേഷിക്കത്തില്ല. നമ്മളെ കാണാം. പ്രത്യേകിച്ച് അവിടെ സംബന്ധിച്ചിടത്തോളം 10, 25, 30 വർഷമായ കെട്ടിടങ്ങൾ ഒരിക്കലും ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കാണുന്നില്ല. നമ്മൾ നോക്കുമ്പം അത് ഒരു സുപ്രഭാതത്തിൽ ഇല്ല, ആ ബിൽഡിങ്ങേ ഇല്ല, ഇല്ലേ? ഇത്രയേ ഉള്ളൂ ജീവിതവും, ഭൗതികമായ ജീവിതവും ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പം ഒന്നിനോടും വളരെ അറ്റാച്ച്മെന്റ് നമുക്ക് ഭൗതികമായി കാണരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അറ്റാച്ച്മെന്റ് നീ എന്നോട് കാണിക്കൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് ചെയ്തു തരാം. അതാണ് നേരത്തെ പറഞ്ഞത്, നിനക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കത്തില്ല. എന്നാ ഭഗവാൻ തീർത്തങ്ങ് പറഞ്ഞു, നിനക്ക് ലാഭം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. ഭഗവാൻ വളരെ ബുദ്ധിമാനാകട്ടോ. ഒരിക്കലും ഓഫർ തന്നില്ല, പക്ഷെ ഓഫർ തരുന്നുണ്ട്. അങ്ങോട്ട് വായിക്കുന്നത് പറയുന്നുണ്ട്, അർജുനോട് ലാസ്റ്റ് പറയുന്നുണ്ട്, അർജുന നിന്റെ അടുത്ത് നഷ്ടവും ലാഭവും ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, നീ നോക്കണ്ടെന്ന് പക്ഷെ എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കത്തില്ല. ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് അർജുനനോട് ഞാൻ യുദ്ധം ചെയ്യത്തേ ഇല്ലെന്ന് പറഞ്ഞിട്ടും ഭഗവാൻ ആയുധം എടുത്തത് അർജുനെ സംരക്ഷിക്കണം.
സ്നേഹനിധിയായ അച്ഛനും അമ്മയും ഒരു ക്ലാസ്സിൽ കേട്ടതിൻ്റെ കൂട്ട്, സ്നേഹനിധിയായ അച്ഛനും അമ്മയും മക്കൾ ഇങ്ങോട്ട് വന്ന് കാണുന്നതിനേക്കാൾ ഉപരി ആ അച്ഛനും അമ്മയ്ക്കും സ്വന്തം കുഞ്ഞിനെ പോയി കാണാനുള്ള സ്നേഹമാണ് ആ വനവാസക്കാലത്ത് അർജുനനോട്, ഭീമനോട്, സഹദേവനോട്, ലക്ഷ്മണനോട്, ദ്രൗപദിയോട് ഭഗവാൻ കാണിച്ചത്. അങ്ങോട്ട് പോയി കാണുക ചെയ്തു. അങ്ങോട്ട് പോയി കണ്ടതും 16,108 ഭാര്യമാരെയും ഉപേക്ഷിച്ചിട്ട് 14 വർഷം ഭഗവാൻ ആ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ അറിയുന്നത്. കുറൂരമ്മയാണ് വളരെ റീസെന്റ് എക്സാമ്പിൾ ആണ് കുറൂരമ്മ. കുറൂരമ്മയുടെ കൂടെ ഉണ്ണിക്കണ്ണൻ എപ്പോഴും ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടായി. വില്ലമംഗലത്തിനോട് എപ്പോഴും ഉണ്ടായി. പൂന്താനം നമ്പൂതിരി, ഇതൊക്കെ ജീവിക്കുന്ന ചരിത്ര സത്യങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിൽ ഏകാഗ്രമായ വിശ്വാസം ഉണ്ടാവണമെന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സുധീർ പ്രഭു, ഇന്ന് പാടാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നേരത്തെ നിർത്തി, കാര്യം ഇന്ന് കുട്ടികളുടെ കീർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് നമുക്കൊന്ന് കയറാൻ ഞാൻ ലിങ്ക് അയച്ചു തരാം. സുധീർ പ്രഭു എന്താ പറയാനുള്ളത്? ദൃഢനിശ്ചയത്തോടെ ഭഗവാനെ വിളിക്കണം, അതന്നെ പറയാനുള്ളൂ. ഭഗവാൻ അത് എപ്പോഴും കേൾക്കും. നല്ല നമ്മുടെ നിശ്ചയം അനുസരിച്ചായിരിക്കും ഭഗവാന്റെ വിളി ഇങ്ങോട്ടുള്ളൂ. ഇവിടെ വീണ്ടും ഭഗവത്ഗീതയിൽ പറഞ്ഞു നിർത്തുന്നു, യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദു യസ്യ അപ്രസാദാൻ ഗതി കുതോപി ധ്യായം സ്തുവം തസ്യ യശസ്ത്രീ സന്ധ്യം വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ചരണാരവിന്ദം. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വീണ്ടും പഠിച്ചത് നേരത്തെ ശ്ലോകം, പ്രസാദേ സർവ ദുഃഖാനാം. പ്രസാദം കൊണ്ട് ഒന്ന് മാത്രം നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം അകന്നു പോകും. അപ്പൊ ആ പ്രസാദം, ഒന്ന് ഗുരുപ്രസാദം, ഗുരുവിന്റെ കൃപ. 2 ഭഗവത് പ്രസാദം. എങ്ങനെ? നമ്മൾ ഭഗവാന് നിവേദിക്കുന്നതിലൂടെ, ആ നിവേദ്യശിഷ്ടം കഴിക്കുന്നതിലൂടെ, ആ പ്രസാദം കഴിക്കുന്നു. ചുമ്മാ അല്ല ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പഞ്ചസാര വഴിപാട് വാങ്ങിക്കുന്നതും, ഭഗവാന്റെ പഞ്ചസാര വാങ്ങിക്കുന്നതും, ഭഗവാന്റെ നെയ്യ് വാങ്ങിക്കുന്നതും, ഭഗവാന്റെ പാൽപ്പായസം വാങ്ങിക്കുന്നതും ഒന്നും വെറുതെ അല്ല. ഇത് ഭഗവാൻ കഴിച്ചതിന്റെ ബാക്കി ആ ശിഷ്ടം കഴിക്കുന്നതിലൂടെ നമുക്ക് ആ പാപങ്ങളെല്ലാം മാറിക്കിട്ടും, നമ്മുടെ വിഷമതകളെല്ലാം മാറിക്കിട്ടും. ഹരേ കൃഷ്ണ. സ്മിത മാതാജി, ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ മാതാജി. പ്രത്യേകിച്ചൊന്നുമില്ല പ്രഭു. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് ഭഗവാന്റെയും പ്രഭുപാദരുടെയും. നമ്മൾ മനസ്സിൽ കൊണ്ടിട്ടിട്ട് കോംപ്ലിക്കേറ്റ് ആക്കരുതെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ശരിക്കുള്ള എനിക്കൊരു വലിയൊരു, ഞാൻ നടന്നു വന്നപ്പോൾ ആ മനുഷ്യനെ കണ്ടപ്പം തോന്നിയാണ്, ആ മനുഷ്യന്റെ കണ്ണ് വളരെ പ്രായമായി. ആ കണ്ണ് കണ്ടപ്പം, ആ ആടിന്റെ കണ്ണ് വെച്ച് കണ്ടപ്പം, പക്ഷെ അദ്ദേഹത്തിന് ജീവിതത്തിൽ യാതൊരു വിഷമങ്ങളുമില്ല. അദ്ദേഹം ഒരിക്കലും അദ്ദേഹം കൊണ്ടുപോയ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ പോകാതിരിക്കുകയോ ഒന്നും ചെയ്തു. ഒരു വിശ്വാസം, അതാണ് നമുക്ക് വേണ്ടത്. ഹരേ കൃഷ്ണ. ആശാമാതാജി, ഹരേ കൃഷ്ണ. പറയൂ. പറഞ്ഞായിരുന്നു. പറഞ്ഞു. ഒന്നുമില്ല പ്രഭു, നല്ല വിശ്വാസം എപ്പോഴും അത് ഉണ്ടാവണം വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഭഗവാനിൽ എപ്പോഴും വിശ്വാസം, ഒരു നേരം പോലും വിശ്വാസം ഇല്ലാത്ത രീതിയിൽ പറയാൻ ഇടവരുത്തല്ലേ. എപ്പോഴും നമുക്ക് എന്ത് വിഷമം വന്നാലും ഭഗവാൻ ഉണ്ട് എന്നുള്ളത് അതെപ്പോഴും മനസ്സിലുണ്ടാവണം എന്ന് മാത്രമാണ്. ഹരേ കൃഷ്ണ. ഇന്ന് ചന്തു ഉണ്ടോ സുമാജി അവിടെ? ചന്തുവിന് കുറെ ദിവസമായി. എക്സാം എല്ലാം കഴിഞ്ഞു. എക്സാം ഇല്ലല്ലോ, അത് കാരണം ഇപ്പൊ ആള് ഇല്ല, സ്ഥലത്തില്ല പ്രഭു. അപ്പൊ സുമാജി പാടും, അല്ലെ ഇന്ന് മീരാജി പാടും. ഇന്ന് മീരയ്ക്ക് കൊടുക്കാൻ ചാൻസ് അല്ലേ? ഓക്കെ. ഇതിപ്പോ കുട്ടികളുണ്ടോ അവിടെ? ഇല്ല. അതെ അതെ, എനിക്കറിയാം. അപ്പൊ മീരാജി ഒന്ന് പാടും. അപ്പൊ സുധിക ശിവൻ, വിപിൻ ജി, നീ ഒരു പക്ഷേ നീവിന് വീഡിയോയിൽ വരാൻ പറ്റത്തില്ല, എനിക്കറിയാം. സുധിക ശിവൻ, വിപിൻ ജി വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം, നമുക്കൊന്ന് കാണാമായിരുന്നു. ഹരേ കൃഷ്ണ. ആ മീരാജി പാടുന്നോ?
ഇല്ല പ്രഭു. ചെറിയ പാട്ട്, 2 വരി. യെസ്. അച്യുതന്റെ ഗുണം കേട്ടു കേട്ടാവോളം മിച്ചമറ്റൊന്നിലും കൈവരാ നിർണയം. വിശ്വനാഥോദയം കേൾപ്പതിനും മഹാ പാപികൾക്കെത്തുമോ കൃഷ്ണരാമാഹരേ. ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാലാദിനാഥൻ കൃപാലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങേശി പോൽ പണ്ടതു കൃഷ്ണരാമാഹരേ. ഇന്ദ്രബൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതസങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതൻ കൃഷ്ണരാമാഹരേ. ഈശ്വരാധീനമെന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തൽപദാംഭോരുഹം. വിശ്വരക്ഷാവിദൗ വിഷ്ണുവെന്നിത്ര നന്നാരുമോർത്തില്ലഹോ കൃഷ്ണരാമാഹരേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ വരെ. വളരെ സന്തോഷം. ഇപ്പോഴാണ് ഈ സബ്ജക്റ്റ് പരിപൂർണമായത്. കാര്യം ഇതിനോട് തീർത്തും ബന്ധമുള്ള പാട്ടാണ് ഇന്ന് മീരാജി പാടിയത്. അപ്പം ശരിക്കും ഇൻവോൾവ് ആയി എന്നുള്ള സത്യം. അല്ലെങ്കിൽ ആ പാട്ട് പാടാൻ തോന്നത്തില്ല, അല്ലേ? ശരിയല്ലേ? ഏകാഗ്രമായ ശ്രദ്ധയോടാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ട് തന്നെ ചൂസ് ചെയ്തെടുത്ത് പാടിയത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇപ്പോഴാണ് ഒരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടായത്. ഹരേ കൃഷ്ണ. അല്ലേ? സുശീം പ്രഭു കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കുറെ പേര് ഇവിടെ ഇല്ലല്ലോ. നമ്മളെ പ്രഭു ഇല്ലേ? ഇന്ന് ഡോക്ടർ ജി വന്നില്ല. ഡോക്ടർ ജിക്ക് തിരക്കായിരിക്കാം. സുധീഷ് ജിയും പോവാനുള്ള തിരക്ക